നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗ്യാൻവാപി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കുള്ള അനുമതി ഉത്തരവ് സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. മാലിദ്വീപിൽ നിന്ന് ഇന്ത്യൻ സേന പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് മാലിദ്വീപ് പ്രതിനിധികൾ. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സിറിയയിലെയും ഇറാഖിലെയും ഇറാന്റെ കേന്ദ്രങ്ങളിൽ തിരിച്ചടിച്ച് US. മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഗ്യാൻവാപി മസ്ജിദ് സമുച്ചയത്തിലെ നിലവറയിൽ ഹിന്ദു വിഭാഗത്തിന് ആരാധന നടത്താൻ അനുമതി നൽകിയ വാരണാസി ജില്ലാ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് അലഹബാദ് ഹൈക്കോടതി. ഹർജികളിൽ ഭേദഗതി വരുത്താൻ മസ്ജിദ് കമ്മിറ്റിക്ക് ഫെബ്രുവരി 6 വരെ ഹൈക്കോടതി സമയം അനുവദിച്ചു. കേസ് ഹൈക്കോടതി 6-ന് വീണ്ടും പരിഗണിക്കും. ഇടക്കാല ഉത്തരവ് വേണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. ജില്ലാ മജിസ്ട്രേറ്റിനെ റിസീവറായി നിയമിച്ച ജനുവരി 17 ഉത്തരവ് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ലെന്ന് കോടതി മസ്ജിദ് കമ്മിറ്റി അഭിഭാഷകനോട് ആരാഞ്ഞു. അതിനെയും ചോദ്യം ചെയ്യും. ജനുവരി 31 ഉത്തരവ് പെട്ടെന്നായിരുന്നു. ഈ ഉത്തരവ് വന്നയുടൻ ജില്ലാ മജിസ്ട്രേറ്റ് രാത്രി ഒരുക്കങ്ങൾ നടത്തി. 9 മണിക്കൂറിനുള്ളിൽ പൂജ തുടങ്ങിയെന്നും അഭിഭാഷകൻ മറുപടി നൽകി. മസ്ജിദ് കമ്മിറ്റി നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഹർജി ഉടൻ കേൾക്കാൻ കോടതി വിസമ്മതിച്ചിരുന്നു. ജില്ലാ കോടതിയുടെ ഉത്തരവിനെതിരെ ആദ്യം ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തുടർന്നാണ് അലഹബാദ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയത്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാല അധ്യാപകരായ ഡോക്ടർ P. രവീന്ദ്രൻ, ഡോക്ടർ വാസുദേവൻ TM എന്നിവരുടെ നോമിനേഷൻ തള്ളിയ റിട്ടേണിംഗ് ഓഫീസറായ സർവകലാശാല രജിസ്ട്രാറുടെ നടപടിക്കെതിരെ ഈ അധ്യാപകരും സെനറ്റ് അംഗം ഡോക്ടർ VM ചാക്കോയും നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. വിഷയത്തിൽ രേഖകൾ ഹാജരാക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർവകലാശാല അധ്യാപകരായ ഡോക്ടർ P. രവീന്ദ്രൻ സർവകലാശാല കെമിസ്ട്രി വിഭാഗം പ്രൊഫസറും ഡോക്ടർ വാസുദേവൻ TM ലൈബ്രറി വിഭാഗം പ്രൊഫസറുമാണ്. ഗവർണർ നോമിനികളായി ഇവർ സെനറ്റിൽ വന്നതിനാൽ സർവകലാശാല ആക്ടിലെ 17-ാം വകുപ്പ് അനുസരിച്ചാണ് നോമിനേഷനുകൾ തള്ളിയതെന്നാണ് റിട്ടേണിംഗ് ഓഫീസർ കാരണമായി പറഞ്ഞിരുന്നത്. എന്നാൽ ആക്ടിന്റെ ഒരിടത്തും നോമിനേറ്റഡായി വന്നവർ സർവകലാശാല അധ്യാപക കോട്ടയിലേക്ക് മത്സരിക്കാൻ പാടില്ലെന്ന് പറയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിട്ടേണിംഗ് ഓഫീസറുടെ നടപടിക്കെതിരെ പരാതി നൽകിയിരുന്നത്. സർവകലാശാല നിയമങ്ങളെ വളച്ചൊടിച്ച് നോമിനേഷൻ തള്ളിയ നടപടിയെ സ്റ്റേ ചെയ്തതിനെ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സ്വാഗതം ചെയ്തു. സർവകലാശാലയുടെ ആക്ട് തിരസ്കരിച്ചുകൊണ്ട് മുന്നേറാൻ ആർക്കും സാധിക്കില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടിയെന്ന് ഡോക്ടർ ചാക്കോ പറഞ്ഞു. കുന്നത്തുനാട് MLA PV ശ്രീനിജിന്റെ പരാതിയിൽ പുത്തൻകുരിശ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ 2020 പാർട്ടി ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി. തന്നെ ജാതീയവും വംശീയവുമായി അപമാനിക്കുന്ന രീതിയിലാണ് സാബു M. ജേക്കബ് പ്രസംഗിച്ചതെന്ന് കാട്ടി ശ്രീനിജൻ നൽകിയ പരാതിയിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ചാണ് സാബു M. ജേക്കബിനെതിരെ കേസെടുത്തിരുന്നത്. അതേസമയം ഈ FIR റദ്ദാക്കണമെന്നായിരുന്നു സാബു M. ജേക്കബിന്റെ ആവശ്യം. തന്നെ ജാതീയവും വംശീയവുമായി അപമാനിക്കുന്ന രീതിയിലാണ് സാബു M. ജേക്കബ് പ്രസംഗിച്ചതെന്ന് കാട്ടി ശ്രീനിജൻ നൽകിയ പരാതിയിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ചാണ് സാബു M. ജേക്കബിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ സാബു M. ജേക്കബിനെ ഏതുവിധേനയും അറസ്റ്റ് ചെയ്യിക്കാനാണ് ശ്രീനിജൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. 2020 പാർട്ടി ജനുവരി 21 കോലഞ്ചേരിയിൽ സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന സമ്മേളനം തടയാൻ ശ്രീനിജൻ ശ്രമിച്ചെന്നും എന്നാൽ സമ്മേളനം നടത്താൻ ജനുവരി 19 ഹൈക്കോടതി അനുമതി നൽകുകയായിരുന്നുവെന്നും സാബു M. ജേക്കബിനെ അഭിഭാഷകൻ പറഞ്ഞു. ഇതിന്റെ വിരോധം തീർക്കാനാണ് തന്റെ കക്ഷിക്കെതിരെ പരാതി നൽകിയത്. എന്നാൽ ശ്രീനിജിന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സാബു M. ജേക്കബ് ചെയ്തിട്ടുണ്ടെന്നാണ് ശ്രീനിജിന് വേണ്ടി ഹാജരായ പബ്ലിക് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടിയത്. ശ്രീനിജിനെ മനഃപൂർവ്വം അവഹേളിക്കാനും അപമാനിക്കുവാനുമായിരുന്നു ശ്രമമെന്നും അഭിഭാഷകൻ വാദിച്ചു. മുമ്പും ജാതി അവഹേളനത്തിന്റെ പേരിൽ ശ്രീനിജിൻ സാബു M. ജേക്കബിനെതിരെ കേസ് കൊടുത്തിരുന്നു. അന്ന് അറസ്റ്റ് തടഞ്ഞ അന്വേഷണവുമായി സഹകരിക്കാനാണ് സാബു M. ജേക്കബിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നത്. സമാനമായ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ സാബു M. ജേക്കബിനെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായി അന്വേഷണവുമായി സഹകരിക്കണമെന്ന്
കേസ് പരിഗണിച്ച് ജസ്റ്റിസ് CS ഡൈസ് നിർദ്ദേശിച്ചു. ചോദ്യം ചെയ്യാൻ വിളിക്കും മുമ്പ് കൃത്യമായി നോട്ടീസ് നൽകിയിരിക്കണമെന്നും ഇതിനിടയിൽ 1 മാസത്തെ എങ്കിലും ഇടവേള ഉണ്ടായിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന്റെ പേരിൽ സാബു M. ജേക്കബിനെ പീഡിപ്പിക്കരുതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട്. കോലഞ്ചേരിയിൽ സംഘടിപ്പിച്ച 2020 സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് സാബു M. ജേക്കബിന്റെ വിവാദ പ്രസംഗം ഉണ്ടായത്. വെള്ളിയാഴ്ച മാനന്തവാടിയിൽ മയക്കുവെടിവെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. കർണാടക വനം വകുപ്പിന് കൈമാറിയ ശേഷമാണ് പുലർച്ചെയോടെ ആന ചരിഞ്ഞത്. വെള്ളിയാഴ്ച പകൽ മുഴുവൻ മാനന്തവാടിയെ ആശങ്കയിലാഴ്ത്തിയ തണ്ണീർക്കൊമ്പനെ രാത്രിയോടെ മയക്കുവെടിവെച്ച് പിടികൂടി ബന്ദിപ്പൂരിലേക്ക് മാറ്റുകയായിരുന്നു. ആന ചരിയാനുണ്ടായ കാരണം സംബന്ധിച്ച് വ്യക്തതയുണ്ടായിട്ടില്ല. 17.5 മണിക്കൂർ നീണ്ടുനിന്ന ദൗത്യത്തിനു ശേഷമാണ് വെള്ളിയാഴ്ച തണ്ണീർക്കൊമ്പനെ പിടികൂടിയത്. എലിഫന്റ് ആംബുലൻസിൽ രാമപുരിയിലെത്തിച്ച ശേഷം ആനയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ആരോഗ്യനില പരിശോധിച്ച ശേഷം ആനയെ ബന്ദിപ്പൂർ വനത്തിലേക്ക് തുറന്നുവിടാനായിരുന്നു തീരുമാനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ ആനയുടെ മരണകാരണം സംബന്ധിച്ച് വ്യക്തതയുണ്ടാകൂ എന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തണ്ണീർക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യത്തിലെ എല്ലാ കാര്യങ്ങളും സുതാര്യമായിരുന്നു. തുടർ നടപടികളും അതുപോലെ സുതാര്യമായിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആനയെ പിടികൂടുന്ന നടപടിയിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ 5 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വിജിലൻസ്, വെറ്റിനറി, എഞ്ചിനീയറിംഗ്, ലീഗൽ, ഫ്ലൈയിംഗ് സ്ക്വാഡ് എന്നീ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ സമിതിയിൽ ഉണ്ടായിരിക്കും. കർണാടകയിൽ നിന്നുള്ള വിദഗ്ധർക്കൊപ്പം കേരളത്തിന്റെ പ്രതിനിധിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന് കർണാടക തയ്യാറായിട്ടുണ്ട്. ഇരു സംസ്ഥാനങ്ങളും സംയുക്തമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് കൂടുതൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് മാനന്തവാടി നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള കണ്ണിയാരത്തും പായോടും ഒറ്റയാനെത്തിയത്. എന്നാൽ ആന പ്രകോപനം സൃഷ്ടിക്കുകയോ നാശനഷ്ടങ്ങൾ വരുത്തുകയോ ചെയ്തിരുന്നില്ല. ജനങ്ങൾ ആശങ്കയിലായതോടെ ആനയെ പടക്കം പൊട്ടിച്ചും മറ്റും വനമേഖലയിലേക്ക് തിരികെ അയക്കാൻ പോലീസും വനം വകുപ്പും ചേർന്ന് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്നാണ് മയക്കുവെടിവെച്ച് പിടികൂടാൻ തീരുമാനിച്ചത്. ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ആക്രമണം തുടങ്ങി അമേരിക്ക. ഇറാനുമായി ബന്ധപ്പെട്ട സിറിയയിലെയും ഇറാഖിലെയും 85 കേന്ദ്രങ്ങളിലാണ് അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം നടത്തിയത്. ഞായറാഴ്ചത്തെ ആക്രമണത്തിനുള്ള ആദ്യ മറുപടി മാത്രമാണിതെന്നും ആക്രമണം തുടരുമെന്നുമാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. വടക്കൻ ജോർദാനിലെ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് US പ്രഖ്യാപിച്ചിരുന്നു. ഞായറാഴ്ച ജോർദാനിലെ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. സംഭവത്തിൽ 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനുള്ള മറുപടിയാണ് സിറിയയിലെയും ഇറാഖിലെയും കേന്ദ്രങ്ങളിലെ ആക്രമണമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സൈന്യത്തെ ആക്രമിച്ച കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്ന് ജോ ബൈഡൻ പറഞ്ഞു. സിറിയയിലെ 4 സ്ഥലങ്ങളിലും ഇറാഖിലെ 3 സ്ഥലങ്ങളിലുമായുള്ള വിവിധ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത്. ആക്രമണം 30 മിനിറ്റിലധികം നീണ്ടുനിന്നു. ആക്രമണശേഷം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ മടങ്ങി. നാശനഷ്ടത്തിന്റെ കണക്കെടുത്തു വരുന്നുവെന്നും അമേരിക്ക അറിയിച്ചിരിക്കുകയാണ്. ഇറാന്റെ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് ആണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു സംഭവത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത്. എന്നാൽ സംഭവത്തിൽ തങ്ങൾക്ക് പങ്കാളിത്തമില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സേന പിന്മാറണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ മാലദ്വീപ് പ്രതിനിധികൾ. പ്രായോഗിക പരിഹാരത്തിനായി ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. മെയ് 10-നകം രാജ്യത്തെ 3 വ്യോമതാവളങ്ങളിൽ നിന്ന് ഇന്ത്യൻ സേന പിന്മാറുമെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ആദ്യഘട്ടത്തിൽ മാർച്ച് 10-നകം ഒരു വ്യോമതാവളത്തിലെയും പിന്നീട് 2 മാസത്തിനകം മറ്റ് 2ഇടത്തെയും സൈനികരാണ് പിന്മാറുക എന്നാണ് മാലദ്വീപ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ സേനയെ പിൻവലിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടില്ല. അടിയന്തര വൈദ്യസഹായ ദൗത്യങ്ങളും മറ്റും മാനുഷിക ഇടപെടലുകളും തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഉഭയകക്ഷി സഹകരണം തുടരുമെന്നും തുടർ നടപടികൾക്കായുള്ള ഉന്നതതല യോഗം പിന്നീട്
മാലിയിൽ നടക്കുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. മാലിദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ചൈനയുടെ സമ്മർദ്ദത്താൽ അവിടുത്തെ ഭരണകൂടം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പതിറ്റാണ്ടുകളായി മാലദ്വീപ് പ്രതിരോധ സേനയുടെ പരിശീലനത്തിലെ പ്രധാന പങ്കാളികളാണ് ഇന്ത്യ. മാലദ്വീപ് സൈന്യത്തിന്റെ പരിശീലനത്തിന് ആവശ്യമായ സഹായങ്ങളിൽ ഏറിയ പങ്കും എത്തിച്ചു നൽകുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ നൽകിയ 2 സൈനിക ഹെലികോപ്റ്ററുകളും ഡോർണിയർ വിമാനങ്ങളും നിലവിൽ മാലദ്വീപ് സേനയുടെ ഭാഗമാണ്. ഇന്ത്യ നൽകിയ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി ഇതിനോടകം 600ഓളം മെഡിക്കൽ സഹായ ദൗത്യങ്ങൾ മാലദ്വീപിൽ നടത്തിയിട്ടുണ്ട്. മാലദ്വീപിൽ നൽകുന്ന സൈനിക പരിശീലനങ്ങൾക്ക് പുറമെ ഇന്ത്യയിലും പരിശീലനം നൽകുന്നുണ്ട്. സൈനിക വിമാനങ്ങൾ പറത്തുന്നതിനു പരിശീലനം ലഭിച്ചവർ, സാങ്കേതിക പരിശീലനം നേടിയവർ, മെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർ ഉൾപ്പെടെ 77 ഇന്ത്യൻ സേനാംഗങ്ങളാണ് നിലവിൽ മാലദ്വീപിലുള്ളത്. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള കരട് റിപ്പോർട്ട് സർക്കാർ നിയോഗിച്ച സമിതി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് കൈമാറി. സുപ്രീം കോടതി മുൻ ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് ശനിയാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കും. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് പാസാക്കാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നത് 2022 തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ BJPയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെ ഇതിനായി പ്രത്യേകം സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ബിൽ പാസായാൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. ഗോവയിൽ പോർച്ചുഗീസ് ഭരണകാലം മുതൽക്കു തന്നെ ഏക സിവിൽ കോഡ് നിലവിലുണ്ട്. വിവാഹമോചനം, പൈതൃക സ്വത്ത് കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ജാതി, മത, സാമുദായിക വേർതിരിവില്ലാതെ എല്ലാ പൗരന്മാർക്കും ഒരേ രീതിയിൽ നിയമം ബാധകമാവുന്ന സംവിധാനമാണ് ഏക സിവിൽ കോഡ്. തിങ്കളാഴ്ച മുതൽ 4 ദിവസത്തേക്ക് ബില്ലിൽ ചർച്ച നടത്താനും പാസാക്കാനുമായാണ് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച 2.33 ലക്ഷം നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത്. വിവാഹവുമായി ബന്ധപ്പെട്ട മതങ്ങളുടെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ സിവിൽ കോഡ് നിയന്ത്രിക്കില്ലെന്നാണ് സൂചന. അതേസമയം വിവാഹമോചനം, പരിപാലനം, പിന്തുടർച്ചാവകാശം തുടങ്ങിയ വിഷയങ്ങൾക്ക് ഏകീകൃത നിയമങ്ങളാവുമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ബഹുഭാര്യത്വം, ഏകപക്ഷീയമായ വിവാഹമോചനം തുടങ്ങിയവയെ എതിർക്കുന്ന നിയമസമിതിയുടെ നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് വിവരം. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴക വെട്രിക്കഴകം എന്നു പേരായി. വിജയ് മക്കൾ ഇയക്കം ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി. പാർട്ടി അംഗങ്ങൾ സംസ്ഥാന വ്യാപകമായി വൻ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. അതേസമയം ഇതുവരെ കയറാനിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം ഉപേക്ഷിക്കുന്നുവെന്ന് വിജയ് പുറത്തുവിട്ട കത്തിൽ പറയുന്നു. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങും. ജാതിമത ഭിന്നതയും അഴിമതിയും നിലനിൽക്കുന്ന അവസ്ഥയെ പൂർണ്ണമായും തന്റെ പാർട്ടി ഇല്ലാതാക്കുമെന്ന് വിജയ് വ്യക്തമാക്കി. വിജയുടെ രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾ ഇടയ്ക്കിടെ തലപൊക്കാറുണ്ടായിരുന്നുവെങ്കിലും നവംബറിൽ ചെന്നൈയിൽ നടന്ന ലിയോ സിനിമയുടെ വിജയാഘോഷത്തിൽ നടൻ അർജുന്റെ പ്രഖ്യാപനത്തോടെയാണ് ഇത് വീണ്ടും സജീവമായത്. 2026 തമിഴ്നാട്ടിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. നടൻ ഉടൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നടൻ അർജുൻ വേദിയിൽ പ്രഖ്യാപിച്ചത്. രാജാക്കന്മാരിൽ നിന്ന് ഉത്തരവുകൾ സ്വീകരിക്കുന്ന സൈനികനാണ് ദളപതി. ജനങ്ങളാണ് എന്റെ രാജാക്കന്മാർ, അവരെ സേവിക്കുന്ന ദളപതിയാണ് ഞാനെന്ന് മറുപടി പ്രസംഗത്തിൽ വിജയും പറഞ്ഞു. വിജയുടെ ഫാൻസ് അസോസിയേഷനായ ദളപതി വിജയ് മക്കൾ ഇയക്കം പ്രത്യേകം പതാകയോ ചിഹ്നമോ ഇല്ലാതെ അവസാന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. 169 അംഗങ്ങൾ മത്സരിച്ചതിൽ 115 പേരും തിരഞ്ഞെടുക്കപ്പെട്ടു. വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശത്തിനു മുൻപ് കളമറിയാൻ നടത്തിയ പരീക്ഷണമായിരുന്നു ഇതെന്നാണ് കരുതപ്പെടുന്നത്. കോൺഗ്രസിനെ പരിഹസിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 40 സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ടെന്നായിരുന്നു മമതാ ബാനർജിയുടെ പരിഹാസം. പൊതു തിരഞ്ഞെടുപ്പിൽ ബംഗാളിലെ 42 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമത പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കു പിന്നാലെയാണ് കോൺഗ്രസിനെ പരിഹസിച്ച് മമത വീണ്ടും രംഗത്തെത്തിയത്. ബംഗാളിലെ മുർഷിദാബാദിലെ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മമത. പൊതു തെരഞ്ഞെടുപ്പിൽ 300 സീറ്റുകളിൽ 40 സീറ്റിലെങ്കിലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ബംഗാളിൽ വന്നു.
എങ്കിൽ അതെങ്കിലും പറയുക. ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഞാനത് അറിഞ്ഞത്. എന്തിനാണ് ഇത്ര അഹങ്കാരം? നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ UP-യിലും ബനാറസിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും BJP-യെ പരാജയപ്പെടുത്തൂ. കോൺഗ്രസിനെ വിമർശിച്ച് മമത പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മൈതാനത്തെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി. കരുത്തരായ ഒഡീഷ FC-ക്കെതിരെ തോൽവി. ആദ്യ പകുതിയിൽ മുന്നിട്ട് നിന്ന ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റത്. 11ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടി കളിയിൽ മുൻതൂക്കം നേടിയിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ 4 മിനിറ്റിനിടെ 2 ഗോളുകൾ നേടി ഒഡീഷ വിജയിക്കുകയായിരുന്നു. റോയ് കൃഷ്ണയുടെ 4 മിനിറ്റ് ഇടവേളയിലെ 2 ഗോളുകളാണ് ഒഡീഷയ്ക്ക് ജയം സമ്മാനിച്ചത്. 53ാം മിനിറ്റിൽ കോർണറിൽ നിന്ന് ജാവോയുടെ ഉശിരൻ ക്രോസ് റോയ് കൃഷ്ണ വലയിലേക്ക് തിരിച്ചുവിട്ടു. റോയ് കൃഷ്ണയെ ബ്ലാസ്റ്റേഴ്സിൽ ആരും മാർക്ക് ചെയ്യാതിരുന്നത് വലിയ പിഴവായി. ഇതോടെ കളി 1-1 സമനിലയായി. ബ്ലാസ്റ്റേഴ്സ് നിരയിൽ അതിന്റെ ആഘാതം വിട്ടുമാറുന്നതിന് മുന്നേ തന്നെ റോയ് രണ്ടാമത്തെ ഗോളും കണ്ടെത്തി. 57ാം മിനിറ്റിൽ ഹെഡർ വഴിയായിരുന്നു ഇത്തവണത്തെ ഗോൾ. ഗോളി സച്ചിൻ സുരേഷിന് ഒന്നും ചെയ്യാനാവാത്ത വിധം അത് വലയിൽ ചെന്ന് പതിച്ചു. ഇതോടെ ഒഡീഷ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു. ബ്ലാസ്റ്റേഴ്സ് പിന്നീട് ഉണർന്ന് കളിച്ചെങ്കിലും ഗോൾ നേടാനായില്ല. 11ാം മിനിറ്റിൽ ദിമിത്രിയാസ് ഡയമൻഡോകോസിലൂടെയാണ് കേരളം സ്കോർ കണ്ടെത്തിയത്. നിഹാലാണ് അസിസ്റ്റന്റ് നൽകിയത്. വലത് വിങ്ങിൽ നിന്ന് കൈവശപ്പെടുത്തിയ പന്തുമായി നിഹാൽ ഒഡീഷ ബോക്സിനകത്തേക്ക് ഓടി. പന്ത് പിഴവുകളില്ലാതെ ദിമിത്രിയോസിന് കൈമാറി. തുടർന്ന് ദിമിത്രിക്ക് ഇത് പോസ്റ്റിലേക്ക് പായിക്കേണ്ട ചുമതലയെ ഉണ്ടായിരുന്നുള്ളൂ. കളിയുടെ തുടക്കത്തിൽ തന്നെ ഇരു ടീമുകളും പ്രതിരോധത്തിലൂന്നിയാണ് കളിച്ചത്. ആദ്യഘട്ടത്തിൽ ഒഡീഷയായിരുന്നു കുറെ കൂടി ഉണർന്ന് കളിച്ചത്. ജയത്തോടെ ബ്ലാസ്റ്റേഴ്സിനെ മറികടന്ന് ഒഡീഷ പോയിന്റ് പട്ടികയിൽ രണ്ടാമതെത്തി. 13 കളികളിൽ നിന്ന് 8 ജയവും 3 സമനിലയും 2 തോൽവിയുമായി 27 പോയിന്റാണ് ഒഡീഷയ്ക്ക്. അത്ര തന്നെ മത്സരങ്ങളിൽ 8 ജയവും 2 സമനിലയും 3 തോൽവിയുമായി 26 പോയിന്റോടെ ബ്ലാസ്റ്റേഴ്സ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 11 കളികളിൽ 8 ജയവും 3 സമനിലയുമായി 27 പോയിന്റുകൾ നേടി ഗോവയാണ് ഒന്നാമത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.